നമസ്കാരം. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഞാൻ ഈ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഇന്ന് പറയുന്ന ഈ വീഡിയോയിലെ വിഷയം 1202 ആണ്ട് മലയാള പുതുവർഷ സമ്പൂർണ്ണ രാശി കൂറു ഫലമാണ് ഞാൻ പറയുന്നത്. അതായത് മലയാള പുതുവർഷത്തിലെ സമ്പൂർണ്ണ രാശി കൂറു ഫലം, അതിൽ മേടൻ രാശിക്കാരുടെ ഫലമാണ് ഞാൻ ഇവിടെ പറയുന്നത്. ഈ വീഡിയോയിൽ മേടൻ രാശിക്കാരുടെ ഫലം. അപ്പൊ മേടൻ രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ്? അശ്വതി, ഭരണി, കാർത്തിക, കാൽപാദം. ഇതാണ് ഈ മേടക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ. ഈ പുതുവർഷത്തില് ഇവരുടെ പ്രധാന ഭാവങ്ങളിൽ നിൽക്കുന്ന ഗ്രഹങ്ങൾ ഏതാണെന്ന് നോക്കാം. ഈ പുതുവർഷത്തിൽ പ്രധാന ഗ്രഹങ്ങൾ നിൽക്കുന്ന ഭാവങ്ങൾ ഏതാണെന്ന് നോക്കാം. വേഴം 4-ലും 5-ലും നിൽക്കുന്ന സമയമാണ്. വേഴം 4-ലും 5-ലുമായിട്ടാണ് നിൽക്കുന്നത്. അതേപോലെ തന്നെ ശനി 12-ലും 1-ലും നിൽക്കുന്ന സമയമാണ്. അതുപോലെ തന്നെ രാഹു 11-ലും 10-ലും സഞ്ചരിക്കുന്ന ഒരു കാലമാണ്. അപ്പൊ ഈ ഗ്രഹങ്ങൾ, ഈ പ്രധാനപ്പെട്ട ഗ്രഹങ്ങൾ നിൽക്കുന്ന ഭാവങ്ങൾ അനുസരിച്ചുള്ള ഒരു ഫലമാണ് ഈ പുതുവർഷ ഫലമായി ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇവരെ സംബന്ധിച്ച് അനുകൂലമായ ഒരു സമയമാണ് ഇവരെ സംബന്ധിച്ച് ഈ മേടക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരുടെ ഈ പുതുവർഷ ഫലം അനുകൂലമാണ്. നല്ല സാമൂഹ്യമായ ചുറ്റുപാട് ഉണ്ടാകുന്ന ഒരു സമയമാണ്. കുടുംബ സംതൃപ്തി ഇവർക്കുണ്ടാവും ഈ വർഷം. ഷെയർ മാർക്കറ്റുകളിൽ നിന്നും ഇവർക്ക് വിജയം ഉണ്ടാകുന്ന സമയവും കൂടിയാണ്. പ്രവർത്തനങ്ങളിൽ ഇവർക്ക് വിജയമുണ്ടാകും. ഇവർ ചെയ്യുന്ന പ്രവൃത്തികളിൽ ഇവർക്ക് വിജയം ഉണ്ടാകുന്ന സമയം. വിനോദങ്ങളിൽ ഏർപ്പെടുന്ന ഒരു സമയവും കൂടിയാണ് ഇവർക്ക് ഉണ്ടാകാൻ പോകുന്നത്. സന്താന ഗുണമുണ്ടാകും. സന്താനങ്ങളെ കൊണ്ട് ഇവർക്ക് ഗുണമുണ്ടാകും. അതായത് സന്താനങ്ങളില്ലാത്തവർക്ക് സന്താനങ്ങൾ ഉണ്ടാകാനും സന്താനങ്ങളിൽ നിന്നും നേട്ടങ്ങൾ ഉണ്ടാകാനൊക്കെയുള്ള ഒരു അവസരം ഈ സമയത്ത് ഇവർക്ക് വന്നു ചേരുന്നതാണ്. മാനസികമായ ചില സമ്മർദ്ദങ്ങളും ഇവർക്കുണ്ടാകാം. ചെലവ് വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. വരവിൽ കൂടുതൽ ചെലവ് ഉണ്ടാകാനും സാധ്യതയുണ്ട്. ഭാഗ്യം എന്നിവയും ഇവർക്ക് ഈ വർഷം ഉണ്ടാകാൻ സാധ്യതയുള്ള സമയമാണ്. ഇതാണ് പൊതുവായിട്ടുള്ള കാര്യങ്ങൾ. ഇനി ഇവർക്ക് ഓരോ മാസത്തിലും, അതായത് ചിങ്ങം മുതൽ കർക്കിടകം വരെയുള്ള 12 മാസത്തിലെ ഫലങ്ങൾ ഞാൻ ചുരുക്കി ഒന്നുകൂടി പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതായത് ഇത് സാമാന്യ ഫലമാണ്. ഇനി ഓരോ മാസത്തിലും ഉണ്ടാകുന്ന ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ചിങ്ങമാസത്തിൽ ഇവരെ സംബന്ധിച്ച് ഇവർക്ക് ധനവർധന ഉണ്ടാകുന്ന ഒരു സമയമാണ്. ജീവിത സൗകര്യങ്ങൾ വർദ്ധിക്കുന്ന ഒരു സമയം കൂടിയാണ് ഇവരെ സംബന്ധിച്ച്. നല്ല സൗഹൃദങ്ങൾ വഴി ഇവർക്ക് കാര്യവിജയങ്ങൾ ഉണ്ടാകും. അത് സൗഹൃദത്തിൽ കൂടി തന്നെ ഇവർ ചെയ്യുന്ന പ്രവർത്തികളിൽ വിജയം ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട് ചിങ്ങമാസത്തിൽ. അതോടൊപ്പം തന്നെ കന്നിമാസത്തിൽ, ചിങ്ങമാസം കഴിഞ്ഞാൽ പിന്നെ കന്നിമാസത്തിൽ സ്വർണം കിട്ടാൻ സാധ്യതയുണ്ട്. ഇവർക്ക് സ്വർണം കിട്ടാൻ സാധ്യതയുണ്ട്. ധാതുദ്രവ്യങ്ങൾ കിട്ടാനും, സ്വർണം അതോടൊപ്പം തന്നെ മറ്റ് ധാതുദ്രവ്യങ്ങൾ കിട്ടാനും ഇവർക്ക് സാധ്യതയുള്ള ഒരു വർഷമാണ്. അതുകൂടാതെ ലാഭകരമായ പല കാര്യങ്ങളും ഇവർക്ക് വന്നു ചേരുകയും ചെയ്യും. എന്നാൽ ശത്രുനാശം അതും ഇവർക്ക് ഈ കന്നിമാസത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്.
കന്നിമാസം കഴിഞ്ഞ പിന്നെ തുലാമാസത്തിൽ ഇവർക്ക് ഉദര സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ബന്ധുക്കൾ വഴിയുള്ള ദുഃഖങ്ങൾ ഇവർക്ക് വന്നു ചേരുകയും ചെയ്യും. പ്രതീക്ഷിക്കാതെ വരുന്ന കലഹങ്ങളും ഇവരുടെ ജീവിതത്തിൽ ഈ വർഷം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പ്രതീക്ഷിക്കാതെ കലഹങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇനി ഇത് കഴിഞ്ഞ് വൃശ്ചിക മാസത്തിൽ ഇവർക്ക് നല്ല സുഹൃത്തുക്കൾ വഴിയുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ സാധിക്കും. അതായത് നല്ല സുഹൃത്തുക്കളുമായി പ്രവർത്തനങ്ങൾ നടത്താൻ ഇവർക്ക് അവസരം വന്നു ചേരും. വൃശ്ചിക മാസത്തില് ഭരണാധികാരികളുടെ ആനുകൂല്യം ഇവർക്ക് കിട്ടുന്ന ഒരു മാസമാണ് വൃശ്ചിക മാസം. ഉന്നതമായ ചില പദവികൾ ഇവർക്ക് കിട്ടാനും സാധ്യതയുള്ള വർഷമാണ്. ശത്രുഭയം, രോഗഭയം എന്നിവയും ഈ വൃശ്ചിക മാസത്തിൽ ഇവർക്ക് വന്നു ചേരുകയും ചെയ്യും. വൃശ്ചികം കഴിഞ്ഞാൽ പിന്നെ ധനുമാസത്തിൽ ഇവർക്ക് കാര്യവിജയങ്ങൾ ഉണ്ടാകും. സന്താന ഗുണമുണ്ടാകും. സന്താനങ്ങളെ കൊണ്ട് ഇവർക്ക് ഗുണമുണ്ടാകുന്ന സമയമാണ്. വസ്ത്ര ആഭരണ ലാഭം ഉണ്ടാകും. ഇവർക്ക് വസ്ത്രങ്ങൾ കിട്ടാൻ സാധ്യതയുണ്ട്. പിന്നെ അതുകൂടാതെ സ്വർണം കിട്ടാനും സാധ്യതയുണ്ട്. ധനവരവ് ഉണ്ടാകുന്ന ഒരു മാസമാണ് ഈ ധനുമാസം ഇവരെ സംബന്ധിച്ച്. ധനുമാസം കഴിഞ്ഞ പിന്നെ മകരമാസമാണ്. മകരമാസത്തിൽ ഇവർക്ക് ചില അസുഖങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വാദസംബന്ധമായ അസുഖം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വാദം ഇപ്പൊ വാദമൊന്നുമല്ല, ഇപ്പൊ ന്യൂറോ എന്നാണ് പറയുന്നത്, ഇല്ലേ? ഞരമ്പ് സംബന്ധമായ അസുഖം അതുണ്ടാകാൻ സാധ്യതയുണ്ട്. പ്രവൃത്തി വിജയം ഉണ്ടാകും. ഇവർ ചെയ്യുന്ന പ്രവൃത്തികളിൽ വിജയം ഉണ്ടാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. പ്രവൃത്തി വിജയം ഉണ്ടാകും. പിന്നെ അതുകൂടാതെ വലിയവരുമായി, അതായത് സമൂഹത്തിലെ ഉന്നതന്മാരുമായി സൗഹൃദം സ്ഥാപിക്കാനും ഇവർക്ക് അവസരങ്ങൾ വന്നു ചേരും. ഗ്രഹോപകരണങ്ങൾ കുടുംബത്തിൽ വന്നു ചേരുന്നതാണ് ഈ സമയം. ഗ്രഹോപകരണങ്ങൾ വാങ്ങിക്കാൻ സാധ്യതയുണ്ട്. കുടുംബത്തിൽ സുഖവും സമാധാനവും കിട്ടുന്ന ഒരു സമയമായിരിക്കും ഈ ധനുമാസത്തിൽ ഇവരെ സംബന്ധിച്ച്. മകരമാസത്തിൽ ഇവരെ സംബന്ധിച്ച്. മകരം കഴിഞ്ഞ് പിന്നെ കുംഭമാസത്തിൽ ഇവരെ സംബന്ധിച്ച് ധനലാഭം ഉണ്ടാകുന്ന ഒരു സമയമാണ്. കുംഭത്തിൽ ധനലാഭം ഉണ്ടാകും. പിന്നെ ധർമ്മകാര്യങ്ങളിൽ ഇവർ വിജയിക്കുകയും ചെയ്യും. ധർമ്മകാര്യ പ്രവർത്തനങ്ങളിൽ ഇവർക്ക് വിജയം ഉണ്ടാകുന്ന സമയമാണ്. സ്ത്രീകളിൽ നിന്നും സ്ത്രീ സുഖം കിട്ടുന്ന സമയം. വർദ്ധിച്ച യശസ്, കീർത്തി ഇതെല്ലാം ഈ സമയത്ത് ഇവർക്ക് കിട്ടാവുന്നതാണ് കുംഭമാസത്തിൽ. പിന്നെ അതുകൂടാതെ ശുഭകർമ്മങ്ങൾ വഴിയുള്ള ഫലപ്രാപ്തിയും ഇവർക്ക് കിട്ടും. അതായത് ശുഭകർമ്മങ്ങൾ വഴിയുള്ള ഫലപ്രാപ്തി കിട്ടാൻ സാധ്യതയുണ്ട്. ഐശ്വര്യം എന്നിവയും ഉണ്ടാകും ഈ കുംഭമാസത്തിൽ. ഇനി മീനമാസത്തില് ഇവർക്ക് പ്രവൃത്തി തടസ്സങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മീനത്തില് പ്രവൃത്തി തടസ്സങ്ങൾ, അതോടൊപ്പം തന്നെ അപമാന ഭീതിയും ഉണ്ടാകും. അപമാനം ഉണ്ടാകുമോ, എനിക്കെന്തെങ്കിലും മറ്റ് ദോഷങ്ങൾ വന്ന് സംഭവിക്കുമോ, അല്ലെങ്കിൽ എന്റെ പ്രവർത്തനങ്ങളിൽ എനിക്ക് വല്ല നഷ്ടങ്ങളോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു പേരുദോഷം കേൾക്കാൻ ഇടവരുമോ, അങ്ങനെയുള്ള അപമാന ഭീതി ഇവർക്ക് ഉണ്ടാകുന്ന സമയമാണ്. താമസപരമായിട്ട് ഇവർക്ക് സൗകര്യങ്ങൾ ഉണ്ടാകുകയും ചെയ്യും മീനമാസത്തിൽ. ഇനി മീനം കഴിഞ്ഞ മേടമാസത്തില് കുടുംബത്തിൽ സന്തോഷം കിട്ടുന്ന സമയമായിരിക്കും. കുടുംബ സന്തോഷം ഉണ്ടാകും. ധനപരമായ നേട്ടങ്ങൾ കിട്ടുന്ന മാസമാണ്. എന്നാൽ ദേഷ്യം കൂടുതൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വാക്കുതർക്കങ്ങളും രോഗങ്ങളും ഇവർക്ക് ഉണ്ടാകാനും വഴി കാണുന്നുണ്ട്. മേടം കഴിഞ്ഞാൽ പിന്നെ
ഇടവ മാസത്തിൽ ഇവരെ സംബന്ധിച്ച് ധനാഗമം കുറയുന്ന ഒരു സമയമാണ്. അതായത് ധനത്തിന്റെ വരവ് കുറയുന്ന ഒരു സമയമാണ് ഈ ഇടവ മാസത്തിൽ. എന്നാൽ ചെലവ് വർദ്ധിക്കാനും സാധ്യതയുണ്ട്. ഭക്ഷണം സുഖം കിട്ടുന്ന ഒരു മാസമാണ്. നല്ല ഭക്ഷണം കിട്ടുന്ന സമയമാണ് ഈ ഇടവമാസത്തില്. സുഖമായ ഒരു ജീവിതം ഈ ഇടവമാസത്തിൽ ഇവരെ സംബന്ധിച്ച് ഉണ്ടാകാനും സാധ്യതയുണ്ട്. ഇടവം കഴിഞ്ഞാൽ പിന്നെ മിഥുന മാസത്തിൽ ഇവർക്ക് കുടുംബ സുഖം കിട്ടുന്ന സമയം. കുടുംബത്തിൽ സുഖം കിട്ടും. ബന്ധുക്കൾ വഴി ഇവർക്ക് സഹായം കിട്ടും. ബന്ധുഗുണം കിട്ടുന്ന സമയമാണ്. ആദരവ് കിട്ടുന്ന സമയമുണ്ട്. ഇവരെ സംബന്ധിച്ച് ഇവർക്ക് പല വിധത്തിലുള്ള ആദരവൊക്കെ വന്നു ചേരുന്ന സമയം. ശരീരത്തിൽ ക്ഷതം, പരിക്ക് എന്നിവ ഏൽക്കാനും സാധ്യതയുണ്ട്. അതായത് ശരീരത്തിൽ മുറിവ് അല്ലെങ്കിൽ ഏതെങ്കിലും വീഴ്ച കൊണ്ടുള്ള പരിക്ക് ഇതെല്ലാം വരാനും സാധ്യതയുണ്ട്. കർക്കിടകത്തിൽ ഇവരെ സംബന്ധിച്ച് കർക്കിടക മാസത്തിൽ ജോലിയിൽ നല്ല ഫലം കിട്ടുന്ന സമയമാണ്. ജോലി സംബന്ധമായി നല്ല ഫലം കിട്ടും. ധനനേട്ടങ്ങൾ ഉണ്ടാകും. സ്ഥാനലബ്ധി ഉണ്ടാകും. ശത്രുജയം ഉണ്ടാകും. രോഗശമനം എന്നിവയുണ്ടാകും. കാര്യവിജയങ്ങളും ചിട്ടി ലാഭവും ഇവർക്ക് ഉണ്ടാകുന്ന ഒരു സമയമാണ് ഈ കർക്കിടകം രാശിയിൽ. കർക്കിടക മാസത്തിൽ ഇവർക്ക് വന്നു ചേരുന്ന ഈ അനുഭവങ്ങൾ ഇതെല്ലാമാണ്. അപ്പോ ഈ മേടൻ രാശിക്കാരെ സംബന്ധിച്ച് അല്ലെങ്കിൽ മേടക്കൂറുകാരെ സംബന്ധിച്ച് 1202 മലയാള പുതുവർഷത്തിലെ സമ്പൂർണ്ണ രാശിക്കൂറ് ഫലമാണ് ഞാനിവിടെ പറഞ്ഞത്. ഞാനിവിടെ നിർത്തുന്നു. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം. എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.